ദൈവത്തിന് നിന്നോട് പരാതിയുണ്ട്. നീ എന്ന നല്ല വൃക്ഷം ഇനിയും നല്ല ഫലങ്ങൾ നൽകിയിട്ടില്ല. നിനക്ക് ആവശ്യമായ ജലവും ലവണങ്ങളും ലഭിച്ചിട്ടും അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ നീ ഫലം ചൂടിയില്ല. ബാഹ്യം വിരൂപമെങ്കിലും മുള്ളുകൾ നിറഞ്ഞതെങ്കിലും അധികം ജലവും ലവണങ്ങളും ലഭിക്കാതിരുന്നിട്ടും നല്ല ഫലങ്ങൾ നൽകുന്ന വൃക്ഷങ്ങൾ നിനക്ക് ചുറ്റുമുണ്ട്. നിന്റെ നന്മയാകുന്ന ഫലങ്ങൾ കൊണ്ട് നിന്റെ ജീവിതമാകുന്ന തോട്ടം അലങ്കരിക്കണം. ഒറ്റപ്പെടലുകളും തിരസ്കരണവും നീ വളമാക്കണം. അത്തരം അനുഭവങ്ങളിൽ നിന്ന് നീ നന്മയുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കണം. ബാഹ്യരൂപമല്ല നിന്റെ അലങ്കാരം, നീ നൽകുന്ന ഫലത്തിന്റെ രുചിയാണ് നിന്റെ മഹനീയത. സച്ചിദാനന്ദന്റെ മനോഹരമായൊരു ചിന്താശകലമുണ്ട്. ചെരുപ്പിന്റെ പ്രാർത്ഥന എന്നാണ് അതിന്റെ പേര്. ചെളിയിലും മണ്ണിലുമെല്ലാം കാലിനെ സംരക്ഷിച്ച് ഒടുവിൽ ദേവാലയത്തിലെത്തുമ്പോൾ ആ ചെരുപ്പ് പുറന്തള്ളപ്പെടും. പിന്നീട് ആ മനുഷ്യൻ പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും ചെരുപ്പ് ധരിച്ച് ആ മനുഷ്യന്റെ ഭാരമെല്ലാം ഏറ്റെടുത്ത് വീണ്ടും വീടിന്റെ പടിക്കലെത്തുമ്പോൾ വീണ്ടും അവൻ പുറന്തള്ളപ്പെടുന്നു. ആ ചെരുപ്പ് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, സ്വർഗത്തിലെത്തുമ്പോഴെങ്കിലും എനിക്ക് അകത്ത് പ്രവേശിക്കാനുള്ള ഇടം നൽകണമേ എന്ന്. നിന്റെ തിരസ്കരണം, നിന്റെ ഒറ്റപ്പെടലുകളെല്ലാം അത് നീ പ്രാർത്ഥനയാക്കി മാറ്റണം. നല്ല ഫലങ്ങൾ ചൂടിയിട്ടും നീ തിരസ്കൃതനാകുന്നുണ്ടെങ്കിൽ, നീ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിലെ കൃപ വളരെയേറെ വർദ്ധിക്കുന്നുവെന്ന് നീ മനസ്സിലാക്കണം. ഒരു ചെരുപ്പ് കണക്കെ നമുക്കും പ്രാർത്ഥിക്കാം: ദൈവമേ, നല്ല ഫലങ്ങൾ ചൂടിയിട്ടും ഞാൻ തിരസ്കൃതനാകുകയാണ്, എനിക്ക് സ്വർഗത്തിൽ ഒരിടം നൽകണമേ. നല്ല ഫലങ്ങൾ ചൂടാൻ സാധിച്ചിട്ടും എനിക്ക് സാധിക്കാതെ പോകുന്ന ഒരുപാട് നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവമേ, എനിക്കും സ്വർഗത്തിൽ ഇടം നൽകണമേ.